സിഐ എവിടെ? ഓ പാടാ. എന്നെ അടിക്കല്ലേ തല്ലല്ലേ മാമ പൊന്നു മാമ, അടി വാങ്ങിച്ചാല് നാണമില്ലാതെ നിൽക്കും ഞാൻ മാമ. ഭൂട്ടാനിൽ നിന്ന് ഇവിടെ വരെ സീതയെ പിന്തുടർന്ന് അവൾ എന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയത്. അവൾക്ക് വേണ്ടി ഷോപ്പിംഗ് എല്ലാം നടത്തി ഞാൻ തന്നെ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു വെച്ചിരുന്നു. നീ എന്താ ചെയ്തത്? ഏതോ വലിയ റൗഡിയായ ഒരു ഭൂട്ടാൻകാരനെ കൂട്ടിപ്പിടിച്ച് എന്നെ പറ്റിക്കാൻ നോക്കുകയായിരുന്നു അല്ലേ? എന്നോട് വേണം നിന്റെ കഥ. സാറേ, അവൻ ഞങ്ങളുടെ സാറിനെ ഇടിച്ചു. അവൻ ഞങ്ങളുടെ സാറിനെ ഇടിച്ച് ചമ്മന്തിയാക്കിന്ന്. വാങ്ങിച്ചോ ചുമന്ന സാരി, എടുത്തോ മല്ലിപ്പൂവ്. കാഞ്ചീപുരം പ്യുവർ സിൽക്ക് സാരി 3 ലക്ഷം രൂപ. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉടുത്താലും ശരി പിടിച്ചാലും ശരി. ഇത് നിന്റെ ഭാര്യയ്ക്കല്ല, നിനക്കാ. ഈ സാരി എടുത്തോണ്ട് ക്ലീൻ ഷേവ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വാ. ഞാനൊരാണാ സാറേ. ഇതുവരെ ഞാൻ അങ്ങനെയാ കരുതിയത്. പക്ഷെ ഇപ്പൊ ആണെന്ന് പറയുന്നവൻ അവനാ. കഥ കഴിച്ച് അവളെ കൊണ്ടുവന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ സാറിന്റെ വീട്ടിൽ കിടത്തിയില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അപ്പോ ഞാനത് കെട്ടിക്കൊണ്ട് വരാൻ സാറേ. ഓപ്പൺ ലൈറ്റ്സ്, വാട്ടർ. സീത, മുറിവിൽ മരുന്ന് വെച്ച് തരുമോ? വേദന എടുക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ചക്ര. മാഡത്തിനോടല്ലേ തരാൻ പറഞ്ഞത്? ഞാൻ പോയി അവനെ തൊടണോ? നീ ഇട്ടോടുക്ക്. നല്ലോണം വേദനിക്കുന്നുണ്ടോ ചക്കര? ബുൾ ഫൈറ്റ്സിൽ എരുമകൾക്ക് വേദന ഉണ്ടാവോ? ചെയ്തത് ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടി ചെയ്തതായിരിക്കും. എനിക്ക് നല്ല ബോഡി ഉണ്ട്, നല്ല പവേഴ്സ് ഉണ്ട് എന്ന് ഷോ ഓഫ് കാണിക്കാനായിരിക്കും. എന്നുവെച്ചാ അപ്പൊ നിനക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുത്താ? ഓഫ് കോഴ്സ്, എന്നെ ഇംപ്രസ് ചെയ്ത് കല്യാണം കഴിക്കാനുള്ള തന്ത്രവും ആയിരിക്കാം. ബട്ട് സീത, നോ വേ. നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ രാവിലെ മുതൽ പ്രതീക്ഷിച്ചിരിക്കുക. ചിക്കനിലെ എരിവ് വളരെ കുറവാ. അതല്ലെന്നേ, ഇന്ന് നമ്മളുടെ കല്യാണ വാർഷിക. അതിന് നമ്മൾ തമ്മിൽ കല്യാണം കഴിപ്പിച്ച തിരുമേനിയാ കൊല്ലേണ്ടത്. എന്തിനാ വെറുതെ കോഴിയെ കൊന്നേ? സത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആക്സിഡന്റും അതുപോലെ കല്യാണ ദിവസം അറിവുള്ള ഒരുത്തനും ഒരിക്കലും ഓർമ്മയിൽ സൂക്ഷിക്കില്ല. എന്നോടൊപ്പം സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നേ? നീയും സന്തോഷവും രണ്ടും ഒരുമിച്ചുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണോ നിങ്ങൾ ആ സീതയുടെ പുറകെ നടക്കുന്നേ? എന്റെ ക്യാരക്ടറിനെ സംശയിച്ച് നിന്റെ കണ്ണിലുണ്ടാവും. വെറും 1 മാസത്തേക്കുള്ള അവളായിട്ടുള്ള എഗ്രിമെന്റ്. ഇപ്പൊ അവളെന്നെ പറ്റിച്ചുകൊണ്ട് എവിടേക്കോ കറങ്ങി നടന്നോണ്ടിരിക്കുക. വരാന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് നടക്കുന്ന സീതയൊന്നും പറയാതെ ചതിക്കപ്പെട്ട എന്നെ മാത്രമല്ലോ നിനക്ക് പറയാനുള്ളൂ. കല്യാണ ദിവസം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു ഭാര്യ എന്ന് പറഞ്ഞ എങ്ങനെയാണോ? ഇതൊക്കെ നിങ്ങൾ മീറ്റിംഗിൽ പറഞ്ഞാ മതി. അവളുടെ പിന്നാലെ നടക്കുന്നത് നിർത്തുന്നോ ഇല്ലയോ? എന്താടി ചിരിച്ചുകൊണ്ട് പയ്യെ വർത്താനം പറയുമ്പോ നിന്റെ സൗണ്ട് പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ എന്റെ അച്ഛനോട് പറയാനുണ്ടല്ലോ. വാടി ഇവിടെ. ഞാനൊരു മാന്യനായതുകൊണ്ടാ കൈ കഴുകിക്കൊണ്ട് തല്ലിയത്. മനസ്സിലായോ? ഇതേ സ്ഥാനത്ത് മറ്റൊരുത്തനായിരുന്നെങ്കിൽ ഉണ്ട കൈകൊണ്ട് നിന്റെ ചെകിട്ടടിച്ച് പൊളിച്ചാനെ. തെറ്റാ നീ ചെയ്തത്. ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങള് നീ നിന്റെ വീട്ടിൽ പോയി പറയുന്നത് നിങ്ങൾ പെണ്ണുങ്ങൾ ഇതുവരെ നിർത്താറായിട്ടില്ലേ? ചെന്ന് പറയടി നിന്റെ അച്ഛനോട്. ഞാനും പറയും നീ ഡ്രൈവറുടെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് വൈകുന്നേരം വരെ ഹോട്ടലിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന്. നിന്റെ റൊമാൻസ് കഴിഞ്ഞെങ്കിൽ എണീറ്റ് വാ. നീ ഇവിടെ ഇരിക്കെ. ഞാൻ പറയുന്നത് കെയർഫുൾ ആയിട്ട് കേട്ടോണം. ആദ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രജിസ്റ്റർ ഓഫീസിൽ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ മിനിമം 1 മന്തെങ്കിലും ആവും. റൂൾസ് ഒക്കെ നിങ്ങൾക്ക്, ഈ സീതയ്ക്കല്ല. അവർക്ക് 5ഓ 10ഓ എടുത്തു കൊടുക്ക്. ആ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താ പൈസ എനിക്ക് ട്രാൻസ്ഫർ ആവും. എന്നിട്ട് അടുത്ത മിനിറ്റ് തന്നെ കല്യാണം ക്യാൻസൽ ആക്കണം. പക്ഷെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ മിനിമം 6 മാസമെങ്കിലും വേണ്ടേ? അത് ഡിവോഴ്സിന്, കല്യാണം ക്യാൻസൽ ചെയ്യാനല്ല. പിന്നെ രാമന്റെ അവസ്ഥ? എത്ര പ്രാവശ്യം പറയാനാ അത് എന്റെ പ്രശ്നമല്ല എന്ന്. ആ മണ്ടത്തരായ തീരുമാനം എടുത്തത് എന്റെ അച്ഛനാ. റാം സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വാ. ചെല്ല്. ഏയ്
അതെ കത്തിച്ചോണ്ടിരിക്കുക. എന്താ സർട്ടിഫൈ ചെയ്യണോ? എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ വാതില് തുറന്നു വന്നില്ലേ? എന്തുവാടോ? ഓ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഓക്കെ. Fast. Documents കത്തിക്കുന്നോടാ? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? പാടില്ല ചക്രം, സീതയെ തല്ലരുത്. ഞാൻ അവനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. നീയാണെങ്കിൽ അവനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. പാവം അവൻ സീത സീത എന്ന് പറഞ്ഞ് നടന്നോണ്ടിരിക്കുക. അവന് നീ പറ്റിക്കുന്ന കാര്യം മനസ്സിലാവുന്നില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ ഒരു ചെറുക്കനെ എവിടുന്നോ കിട്ടിയത്. ലെക്ചർ നിർത്ത്. ലീവ്. കയ്യില് കാശുമില്ല, നാട് മൊത്തം കടം, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. Just get out. അവനെ കൊണ്ടുവാ. സാർ ചക്രം പോകല്ലേ പ്ലീസ്. എന്തിന്? നീ തള്ളി കളഞ്ഞില്ലേ? സീതയെ നോക്കിക്കോണോന്നാണ് അമ്മാവൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നീ തല്ലാൻ പോയപ്പോ ഞാൻ തടഞ്ഞത്. അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, ഞാൻ വാങ്ങിച്ചോളാം. തല്ല്. നീ പോകരുത് ചക്രം, ഞാൻ കേട് അപേക്ഷിക്കാണ്. പ്ലീസ്. ഓട്ടം നടക്കടാ, രക്ഷപ്പെടാൻ നോക്കുവാ അല്ലേ? സാറ് തെറ്റെന്റെയാണ് സാർ. ആഹാ, എത്ര വീട്ടിൽ കയറി നീയൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടടാ. അപ്പൊ അതൊന്നും തെറ്റായിരുന്നില്ലടാ. തുറക്കടാ. It's all ash. സീത, നല്ല ബുദ്ധി തോന്നിയോ? ഞാൻ എന്റെ ചക്കരയ്ക്ക് വേണ്ടിയാ വന്നത്. നിന്റെ ജോലി കഴിഞ്ഞത് നിന്റെ ക്രിമിനൽ മൈൻഡുള്ള ഇവൻ എന്താ ചെയ്യുന്നുള്ള പേടി കൊണ്ടാ വന്നത്. നിനക്കിപ്പോ ആവശ്യം ടെമ്പററി കല്യാണ സർട്ടിഫിക്കറ്റ് അല്ലേ? മനുഷ്യന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങത്താ പേപ്പേഴ്സ് ഇങ്ങോട്ടാ. ജോലി കഴിഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും പോയിക്കോളാം. ഇനി വല്ല അടവ് എടുക്കാൻ നോക്കിയാ രണ്ടുപേരും ഷൂട്ട് ചെയ്ത് കളയും ഞാൻ. കം. ചക്രം, സീത ദേഷ്യപ്പെടുമ്പോഴും എന്തൊരു ഭംഗിയല്ലേ? ഒരു പ്രശ്നം നിന്റെ നല്ല മനസ്സ് എനിക്ക് ടോർച്ചർ ആയിട്ടുണ്ട്. കുറച്ചെങ്കിലും കണ്ടുപിടി. തുറക്കുന്നില്ല സാർ. പെട്ടെന്ന് വാ, നമുക്ക് പോവാം. നീയൊക്കെ അവരെ സഹായിക്കുമല്ലേ? നീയൊക്കെ എടുത്തോളടാ. സീത, സീത, എന്താണോ? സീത, ഫ്രിഡ്ജിൽ മാംഗോ ബാർ ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ചക്കരെ, നിനക്ക് മാംഗോ പാർലറുണ്ട്. ഒരു ഡസൻ വാങ്ങിച്ചോട്ടെ. ഇപ്പൊ നീ കൊടുത്തു. സീത, പ്രോമിസ്. ചക്കരെ, നീ കേറ്. പെട്ടെന്ന് കേറ്. വേഗം വാ, പെട്ടെന്ന് വാ. രൂപ, കവർ ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. ഈ കാർ ആരുടെയെന്നാ ചോദിച്ചേ? നിന്റെ അടുത്ത് കാറുള്ള കാര്യം എന്താ എന്നോട് പറയാത്ത? എന്താ ചക്രം, എന്താ പറയാത്ത? പിടിക്കപ്പെട്ട പോലീസുകാരെന്നെ പറയും. വിഷയം മാറ്റണ്ട. എന്റെ അടുത്ത് എന്താ പറയാഞ്ഞേ? എന്താ പറയാഞ്ഞെന്ന്? നിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് കാർ ഉണ്ടെങ്കിൽ നിനക്ക് നാണക്കേടല്ലേ? അതുകൊണ്ട് കാർ ഇവിടെ നിർത്തിയിട്ട് അത്രയും ദൂരം നടന്നു വരും ഞാൻ. നിന്റെ എൻക്വയറി കഴിഞ്ഞോ? കാരണം പോലീസ് പുറകേണ്ട്. പോയി കാർ തള്ളു. ഞാൻ തള്ളണം? ഈ സാഹചര്യത്തിലും പ്രസ്റ്റീജ് ഇഷ്യൂ വേണോ? സീതയല്ലേ, പ്രസ്റ്റീജ് ഉണ്ടാകും. ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞേ. സാറേ, ദേ അവരിവിടെയുണ്ട്. ദേ അവര് രക്ഷപ്പെടുവാ. ഓടി വാ സാറേ. ഹായ്, വരൂ. അവൻ ആരാ?